വർഷങ്ങളായി കത്തോലിക്ക സഭയും വിവിധ ക്രൈസ്തവ സംഘടനകളും എതിർത്തു വന്നിരുന്ന അനീതിയാണ് കോടതി വിധിയിലൂടെ തിരുത്തപ്പെട്ടത്. 80-20% ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്ന മുൻ മന്ത്രി KT ജലീലിന്റെ നിലപാടിനെതിരായ തിരിച്ചടി കൂടിയാണ് കോടതി ഉത്തരവ്. വോട്ട് ബാങ്കിന്റെ സ്വാധീനത്തിൽ മൂടിവെക്കപ്പെട്ട അനീതിയാണ് കോടതി വിധിയാൽ തിരുത്തപ്പെട്ടത്. മറ്റൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത വിധമായിരുന്നു ന്യൂനപക്ഷ ക്ഷേമവകുപ്പിലെ ആനുകൂല്യ വിതരണം. ന്യൂനപക്ഷങ്ങളായ 6 വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപീകരിച്ച വകുപ്പിലെ ആനുകൂല്യങ്ങളിൽ 80% മുസ്ലിം വിഭാഗത്തിനായി മാറ്റിവെക്കുകയായിരുന്നു. 5 വിഭാഗങ്ങൾക്കായി അവശേഷിച്ച 20% വീതം വയ്ക്കുകയും ചെയ്തു. കാലങ്ങളായി വകുപ്പ് കൈകാര്യം ചെയ്തു വന്നിരുന്ന മുസ്ലിം സമുദായക്കാർ ഇക്കാര്യങ്ങൾ സുഗമമായി നടപ്പാക്കുകയും ചെയ്തു വരികയായിരുന്നു. ന്യൂനപക്ഷ വകുപ്പ് മുസ്ലിം ക്ഷേമ വകുപ്പായി മാറുന്നതായി വരെ വ്യാപകമായ ആരോപണവും ഉയർന്നു. മറ്റൊരു സ്ഥാനത്തും ഇല്ലാത്ത വിധത്തിലുള്ള അനീതിക്കെതിരെ ശക്തമായ എതിർപ്പാണ് ക്രൈസ്തവ സമുദായം ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയത്. എന്നാൽ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഇതിൽ മൗനം പാലിക്കുകയായിരുന്നു. 80:20 എന്ന അനുപാതം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ പങ്കുവയ്ക്കലിൽ ഒരു പഠനവും നടത്താതെയാണ് എന്നുള്ളത് രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടും കഴിഞ്ഞ സർക്കാരുകളൊന്നും തിരുത്തലുകൾക്ക് തയ്യാറായില്ല. ഇപ്പോൾ ഈ കോടതി വിധി വന്നതാകട്ടെ 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഉണ്ടായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ വിവേചനമാണ് നടക്കുന്നതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ചെവി കൊള്ളാതെ അതേ നയവും അതേ രീതികളും തുറന്നുകൊണ്ട് എല്ലാത്തിനും കാരണവും അടിസ്ഥാനവും സച്ചാർ കമ്മിറ്റിയാണെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ കോടതി വിധി. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാത്രമായിരുന്നു KT ജലീൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാൻ വരെ തയ്യാറായത്. 80-20 അനുപാതത്തെ ന്യായീകരിച്ച KT ജലീലാകട്ടെ വകുപ്പിൽ നിന്നിറങ്ങിയിട്ടും തന്റെ കടുത്ത നിലപാടുകൾ ആവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും ഫേസ്ബുക്കിൽ അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്നാലും ഈ അനുപാതം നടക്കുമെന്ന് വരെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. വിവിധ മുസ്ലിം സംഘടനകളും 80-20 അനുപാതത്തെ ന്യായീകരിക്കാൻ രംഗത്തെത്തിയിരുന്നു. കോടതി വിധിയിലൂടെ നീതി നടപ്പായതോടെ ഇവരുടെ ന്യായീകരണങ്ങൾക്കും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഷെഗന ന്യൂസ്.